നിങ്ങളൊരു ട്രേഡറാണെങ്കിൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്ന് ചിന്തിക്കാറുണ്ടോ? ഒരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ എന്തോ വലിയൊരു അവസരം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. പ്രൊഫഷണൽ ട്രേഡേഴ്സ് അവരുടെ ഏറ്റവും വലിയ വിജയരഹസ്യമായി കാണുന്ന ഒന്നുണ്ട്. ആ ഒരൊറ്റ ആശയമാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് ആശയം. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാമല്ലേ? പക്ഷേ ഇതിന്റെ ശക്തി നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിനെ തന്നെ അത് മാറ്റിമറിക്കും. നിങ്ങളുടെ കയ്യിലുള്ള പണം സംരക്ഷിക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. നമുക്കൊരു കാര്യം സങ്കൽപ്പിച്ചു നോക്കാം. നിങ്ങൾ രാവിലെ സിസ്റ്റം ഓൺ ചെയ്യുന്നു, ചാർട്ട് തുറക്കുന്നു. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടിയുമില്ല, ഒരു വ്യക്തതയുമില്ലാത്തൊരു ദിവസം. എന്നിട്ടും നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, ഒരു ട്രേഡ് എടുക്ക്, എന്തെങ്കിലും ചെയ്യ്. ഇവിടെയാണ് അപകടം തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ ഓവർ ട്രേഡിംഗ്? ഇതാണ് നമ്മുടെ കഥയിലെ വില്ലൻ. മിക്ക ട്രേഡർമാരുടെയും അക്കൗണ്ട് കാലിയാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതൊരു വെറും ശീലമല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പണം കാർന്നു തിന്നുന്ന ഒരു കെണിയാണ്. ഇവിടെയാണ് ആ ദുഷിച്ച ചക്രം ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം നിങ്ങളൊരു ട്രേഡ് ഫോഴ്സ് ചെയ്തെടുക്കുന്നു. മാർക്കറ്റ് നിങ്ങൾക്കെതിരെ പോകുമ്പോൾ സ്വാഭാവികമായും ആ നഷ്ടം തിരിച്ചുപിടിക്കണം എന്നൊരു വാശി വരും, അല്ലേ? അവിടുന്ന് നിങ്ങൾ അടുത്ത തെറ്റിലേക്ക് പോകും. വീണ്ടും ഒരു ഇമോഷണൽ ട്രേഡ്. ഓരോ ട്രേഡ് കഴിയുന്തോറും നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അവസാനം നിങ്ങളുടെ അക്കൗണ്ടും. അപ്പോ ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാം? തീർച്ചയായും വഴിയുണ്ട്. സാധാരണ ട്രേഡർമാരെ പ്രൊഫഷണലുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ നിയമം. വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ ശക്തവുമാണ്. ഒരു A+ സെറ്റപ്പ്, അതായത് നിങ്ങൾക്ക് 100% ഉറപ്പുള്ളൊരവസരം മുന്നിൽ വന്നാൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇല്ലെങ്കിലോ ഒന്നും ചെയ്യരുത്, സിസ്റ്റം അടച്ചുവെക്കാം. അത്രയുള്ളൂ. ഓർക്കുക, ട്രേഡിംഗ് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു 9 to 5 ജോലിയല്ല. ഒരൊറ്റ നല്ല ട്രേഡ് മതി നിങ്ങളെ ദിവസം അടിപൊളിയാക്കാൻ. എന്നാൽ ചിന്തിക്കാതെ എടുക്കുന്ന 10 or 15 ട്രേഡുകൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മുഴുവൻ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ക്വാളിറ്റിയാണ് പ്രധാനം, ക്വാണ്ടിറ്റിയല്ല. ഒരു സ്നൈപ്പറെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അയാൾ കണ്ണിൽ കാണുന്നതിനെയെല്ലാം വെടിവെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം അയാൾ ക്ഷമയോടെ കാത്തിരിക്കും. എന്തിനുവേണ്ടി? ആ ഒരൊറ്റ പെർഫെക്റ്റ് ഷോട്ടിനു വേണ്ടി. ട്രേഡിംഗിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഈ ക്ഷമയാണ്. ശരി, നമ്മളിപ്പോ തിയറി ഒരുപാട് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതെന്ന് നോക്കിയാലോ? കളിക്കളത്തിൽ ഇറങ്ങാതെ തന്നെ എങ്ങനെ ജയിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മാർക്കറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നതെന്ന് കരുതുക. ഇന്നലെ തന്നെ വലിയൊരു മൂവ് കഴിഞ്ഞു. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല, ഭയങ്കര കൺഫ്യൂഷൻ. ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ത് ചെയ്യുമെന്നറിയാമോ? അയാൾ പറയും, ഓക്കേ, ഇന്ന് എന്റെ ദിവസമല്ല. സിസ്റ്റം ഓഫ് ചെയ്ത് എഴുന്നേറ്റു പോകും. അനാവശ്യമായി പണം നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഇതൊന്ന് മനസ്സിലുറപ്പിച്ചു വെച്ചോളൂ. ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ഒരവസരം നഷ്ടപ്പെടുത്തലല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ള പണം, നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുന്ന ഒരു വിജയകരമായ തീരുമാനമാണ്. നഷ്ടം ഒഴിവാക്കുന്നത് ലാഭം നേടുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രേഡിംഗിലെ ഏറ്റവും വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധം നടക്കുന്നത് ചാർട്ടിലല്ല, നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി മാർക്കറ്റല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയും, ഹേയ് നോക്ക്, നിനക്ക് അവസരം നഷ്ടപ്പെടുന്നു, എല്ലാവരും പണമുണ്ടാക്കുന്നു, നീ മാത്രം വെറുതെയിരിക്കുന്നു. ഈ പേടിയാണ്, അതായത് ഫോമോ, നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഒരു ട്രേഡ് നഷ്ടത്തിലായോ? ഉടനെ അടുത്ത ശബ്ദം വരും, വിട്ടുകൊടുക്കരുത്, എങ്ങനെയെങ്കിലും ആ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കണം. ഇതിനെയാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള കുഴിയിലേക്ക് തള്ളിയിടും, ഉറപ്പാണ്. എന്നിട്ട് അവസാനം വരുന്നൊരു ചിന്തയുണ്ട്, ഒരൊറ്റ ട്രേഡ് കൂടി, ഇത് ശരിയാകും. ഇതാണ് ട്രേഡിംഗിലെ ഏറ്റവും അപകടം പിടിച്ച വാചകം. ചെറിയ നഷ്ടങ്ങളെ വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്നത് ഈ ഒരൊറ്റ ചിന്തയാണ്. അപ്പോൾ ഈ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുക? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അച്ചടക്കം, ഡിസിപ്ലിൻ. നിങ്ങളുടെ ഉള്ളിലെ അപകടകരമായ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് ട്രേഡിംഗിലെ ഏറ്റവും വലിയ സ്കിൽ. അതുതന്നെയാണ് യഥാർത്ഥ വിജയവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്.
നിങ്ങളുടെ ട്രേഡിംഗ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സുവർണ നിയമം നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ നിയമം. നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം എപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആയിരിക്കണം. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം ഉള്ള പണം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവസരങ്ങൾ ഇനിയും വരും. പക്ഷെ ക്യാപിറ്റൽ പോയാലോ? പിന്നെ കളിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗെയിമിന് പുറത്താണ്. ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത തവണ ആ ബൈ അല്ലെങ്കിൽ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇതാ, ഈ 3 ചോദ്യങ്ങൾ എപ്പോഴും സ്വയം ചോദിക്കുക ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ്. 1. ഇത് ഞാൻ കാത്തിരുന്ന ഒരു A+ സെറ്റപ്പാണോ? 2. ഇതിൽ എനിക്ക് വരാൻ സാധ്യതയുള്ള നഷ്ടം എത്രയാണെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടോ? 3. ഞാൻ വികാരം കൊണ്ടാണോ അതോ എന്റെ സ്ട്രാറ്റജി വെച്ചാണോ ഈ ട്രേഡ് എടുക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. ഈ ഒരൊറ്റ ശീലം മതി നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. അവസാനമായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ക്ഷമ നിങ്ങളുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കും. ഓവർ ട്രേഡിംഗ് അതിനെ നശിപ്പിക്കും. ചിലപ്പോൾ ഒരു ട്രേഡറുടെ ഏറ്റവും മികച്ച നീക്കമെന്ന് പറയുന്നത് ഒരു നീക്കവും ചെയ്യാതിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ ക്ഷമയായിരിക്കാം. അടുത്ത തവണ ചാർട്ട് തുറക്കുമ്പോൾ ഈ വാക്കുകൾ മറക്കരുത്.